ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇവിടെ അടുത്ത വേർഡ് എന്ന് പറയുന്നത് ഫാർസ് ആണ്. ഫാർസ് എന്ന് പറയുന്നത് ലാറ്റിൻ ലാംഗ്വേജിൽ നിന്ന് വന്ന ഒരു വേർഡാണ് കേട്ടോ. ലാറ്റിൻ വേർഡാണ് ഫാർസ്. ഫാർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെല്ലി ലാഫ് എന്നാണ് മിസ് പറഞ്ഞ പോലെ. അതിന് മെയിൻ എയിം എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കോമഡി പ്രൊഡ്യൂസ് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള കോമഡി മീൻസ് ഇങ്ങനെ ഉറക്കെ ചിരിക്കാനുള്ള ആ ഒരു ലാഫ്റ്റർ ക്രിയേറ്റ് ചെയ്യാനുള്ള കോമഡി, അതായത് വെറും പുഞ്ചിരിയല്ല, ലാഫ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന കോമഡിയാണ് നമ്മൾ ഫാർസ് എന്ന് പറയുന്നത്. പിന്നെന്താണ് ലോ കോമഡി, അതൊരു ലോ കോമഡിയാണ് കേട്ടോ. അതായത് ഇച്ചിരി വളിച്ച കോമഡിയെ നമുക്ക് വേണമെങ്കിൽ പറയാം, നമുക്ക് ഫാഴ്സ് എന്ന് പറയാം. ആൻഡ് ബേസിക് ഇലമെന്റ്സ് ഓഫ് ഫാഴ്സ് എന്ന് പറയുന്നത് വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ഷൻസ് കാണും. അതായത് ഫിസിക്കലി കോമഡി കാണും. അതായത് നമ്മൾ ഒരാളെ പിടിച്ച് തള്ളുന്നു, അയാൾ താഴെ വീഴുന്നു, ഒരാൾ പഴത്തൊലി ചവിട്ടി താഴെ വീഴുന്നു, അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാജറേറ്റഡ് ഫിസിക്കൽ ആക്ഷൻ ആണത്. പിന്നെ അടുത്ത് ക്യാരക്ടറിനെ അല്ലെങ്കിൽ സിറ്റുവേഷനെ വളരെയധികം എക്സാജറേറ്റ് ചെയ്ത് ഓവർ ഹൈപ്പ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യും ലാഫ്റ്റർ. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വളരെ റിഡിക്കുലസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അബ്സേർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ ക്രിയേറ്റ് ചെയ്യും. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ലോജിക് ഇല്ലാത്ത കുറേ സിറ്റുവേഷൻസിൽ നിന്നായിരിക്കും ചിലപ്പോൾ ലാഫ്റ്റർ വരുന്നത്. പിന്നെന്താണ് പറയുന്നത്, സർപ്രൈസസിലൂടെ, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അപ്പിയറൻസിലൂടെ, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് സർപ്രൈസിലൂടെയും ലാഫ്റ്റർ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ക്യാരക്ടറിനും പ്ലോട്ടിനായിരിക്കും സിറ്റുവേഷനും ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻസ് കൂടുതലുള്ളത്. ക്യാരക്ടറിനും ഡയലോഗിനും ആയിരിക്കത്തില്ല. പ്ലോട്ട് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് പ്ലോട്ടായിരിക്കും. ദെൻ ഒരു ഫാഴ്സിന്റെ ഒറിജിൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് നമ്പർ 294 കാര്യമാണ് പറയുന്നത്. ഫാഴ്സിന്റെ ഒറിജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ഹോഴ്സ് പ്ലേ. അതിനെയാണ് ഹോഴ്സ് പ്ലേ എന്നാണ് പണ്ട് കാലത്ത് ഫാഴ്സിനെ അറിയപ്പെട്ടിരുന്നത്. പിന്നെ നമ്മുടെ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെ റൈറ്റേഴ്സായ പ്ലോട്ടസിന്റെയും അരിസ്റ്റോഫനസിന്റെയും ഒക്കെ ട്രാജഡീസിൽ നമുക്ക് ഫാഴ്സിക്കൽ ആയിട്ടുള്ള എലിമെന്റ്സ് കാണാൻ സാധിക്കും. അരിസ്റ്റോഫനസ് എന്ന് പറയുന്ന റൈറ്റർ എന്ന് പറയുന്നത് അദ്ദേഹം ലോ കോമഡിയുടെ ആളാണ് കേട്ടോ. പക്ഷേ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സറ്റയറിക്കലായിട്ട്, അതായത് ആളുകളെ സറ്റയറൈസ് ചെയ്തിട്ടുകൊണ്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. പക്ഷേ അതിനകത്തും ലോ കോമഡി ആയിട്ടുള്ള എലിമെന്റ്സ് ഉണ്ട്. പ്ലോട്ടസ് എന്ന് പറഞ്ഞ റൈറ്ററിനകത്തും ഇതുപോലെ റിഡിക്കുലസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. പിന്നെ ഗ്രീക്ക് സെറ്റർ ആയിട്ടുള്ള ഗ്രീക്ക് പ്ലേസിനകത്തും പിന്നെ നമുക്ക് ഫാഴ്സ് കാണാൻ സാധിക്കും. പിന്നെന്താണ്, ഫസ്റ്റ് ഫ്രഞ്ച് ഡ്രാമാസിനകത്ത് നമുക്ക്, അതായത് മിഡിൽ ഏജസിന്റെ സമയത്തുള്ള ഫ്രഞ്ച് ഡ്രാമാസിൽ നമുക്ക് ഫാഴ്സിക്കൽ പ്ലേസ് കാണാൻ സാധിക്കും. FARCICAL ഫാഴ്സിക്കൽ പ്ലേസ് കാണാൻ സാധിക്കും. പിന്നെ റിലീജിയസ് ഡ്രാമയുടെ നടുക്കും നമുക്ക്, അതായത് ഇന്റർലൂഡ് എന്ന് മിസ് നേരത്തെ പറഞ്ഞില്ലേ, ഇന്റർലൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു പ്ലേയുടെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് കോമിക് സീൻസ് കുത്തിക്കയറ്റുന്നതിനെയാണ് ഇന്റർലൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലീജിയസ് ഡ്രാമയുടെ ഇടയ്ക്കും ഇതുപോലെ ഫാഴ്സിക്കൽ സീൻസ് നമ്മൾ സ്റ്റഫ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് മിസ്റ്ററി പ്ലേസിന്റെ ഇടയ്ക്ക് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ക്ലൗണിഷ് ആയിട്ടുള്ള പിന്നെ ക്യാരക്ടേഴ്സ് ആയിരിക്കും ഇതിൽ കൂടുതലായിട്ടും ഉള്ളത്. പിന്നെ ജോൺ ഹേവുഡ് എന്നുള്ള ആളാണ് ഫാഴ്സ് എന്നുള്ള ഈ ഒരു കാര്യത്തിനെ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത്. ജോൺ ഹേവുഡ് എന്നുള്ള ഇംഗ്ലീഷ് റൈറ്റർ, അയാളുടെ ദ 4 Ps എന്നുള്ള വർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 4 Ps എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. പിന്നെ വേറെ കുറേ ഫാഴ്സിക്കൽ പ്ലേസിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എക്സാമ്പിൾ ഷേക്സ്പിയറിന്റെ കോമഡി ഓഫ് എറേഴ്സ്, അതൊക്കെ ഒരുപാട് എക്സാമ്പിൾസ് പറയുന്നത്. ഏതെങ്കിലും 2-3 പഠിച്ചു വെക്കുക. റെസ്റ്റോറേഷൻ കോമഡിയിലും 18th സെഞ്ചുറി പ്ലേസിനകത്തൊക്കെ നമുക്ക് ഫാഴ്സിക്കൽ എപ്പിസോഡ്സ് കാണാൻ സാധിക്കും. പിന്നെ 20th സെഞ്ചുറിയിലും എന്താണ് ഫാഴ്സ് എന്നുള്ള ഈ ഒരു എലിമെന്റ് എന്താണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പോഴത്തെ പ്ലേസ് എടുത്ത് നോക്കിയാലും കാണാൻ സാധിക്കും. ഓക്കെ, ദെൻ മെലോ ഡ്രാമ എന്ന് പറയുന്നത് എന്താണ്, സോങ്. മെലോ എന്ന് വെച്ചാൽ സോങ് എന്നാണ്, മെലോ ഡ്രാമ എന്ന് വെച്ചാൽ സോങ് ഡ്രാമ. ഈ ഡ്രാമാസിന്റെ ഇടയ്ക്ക് സോങ്സ് ഉള്ളതിനെയാണ് നമ്മൾ മെലോ ഡ്രാമ എന്ന് പറയുന്നത്. ഇറ്റലിയിലാണ് ഇത് വന്നത്. ലേറ്റ് 16th സെഞ്ചുറിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഒപ്ര എന്ന് പറഞ്ഞൊരു സംഭവം കൂടിയുണ്ട്. ഈ ഒപ്ര എന്ന് പറയുന്നത് എന്താണ്, സോങ് പ്ലസ് ഡ്രാമയാണ് നമ്മൾ ഓപ്പറാസ് എന്ന് പറയുന്നത്. അതായത് മ്യൂസിക്കും ഡ്രാമയും എല്ലാത്തിന്റെയും, മ്യൂസിക്കിന്റെ കൂടെ ഡ്രാമയും ഒക്കെ പ്ലേ ചെയ്യും. അതിനെയാണ് നമ്മൾ ഒപ്പേറ അല്ലെങ്കിൽ മെലോ ഡ്രാമ എന്ന് പറയുന്നത്. 18th സെഞ്ചുറി ആയപ്പോഴത്തേക്ക് അതിന്റെ എൻഡിലാണ് ഈ മെലോ ഡ്രാമ ഫ്രഞ്ച് ഡ്രാമാറ്റിസ്റ്റ് പോപ്പുലറൈസ് ചെയ്തത്. അത് അവരുടെ ഡ്രാമാസിലും പ്ലേസിലും എല്ലാം കൂടുതൽ കയറ്റാൻ തുടങ്ങി. പിന്നെ മെലോ ഡ്രാമ എന്ന് പറയുന്നത് എന്താണ്, മെലോ ഡ്രാമ എന്ന് വെച്ചാൽ നമ്മുടെ സീരിയൽസ് ഇല്ലേ, അതൊക്കെ മെലോ ഡ്രാമാസ് ആണ്. അതായത് മ്യൂസിക്കിന്റെ അകമ്പടിയോട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ അകമ്പടിയോട് കൂടി ഇങ്ങനെ ഇമോഷൻസിനെ പ്ലേ ചെയ്യുന്നതിനെയാണ് മെലോ ഡ്രാമ എന്ന് പറയുന്നത്. 19th സെഞ്ചുറി ലണ്ടനിലും ഇതുപോലത്തുള്ള മെലോ ഡ്രാമാസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്, മ്യൂസിക്കൽ അക്കമ്പനിമെന്റ് കാണും, ഇമോഷണൽ അപ്പീലിന് വേണ്ടിയാണ് മെലോ ഡ്രാമാസ് ഇറക്കുന്നത്. മെലോ ഡ്രാമ എന്ന് പറയുന്നത് മിസ് പറഞ്ഞ ആ ഒരു ടേം നോക്കിയാൽ മതി, മ്യൂസിക് പ്ലസ് ഡ്രാമ, അതാണ് കേട്ടോ ഇമോഷണൽ ആയിട്ടുള്ള. പിന്നെ വിക്ടോറിയൻ പീരീഡിൽ നമുക്ക് മെലോ ഡ്രാമാറ്റിക് ക്യാരക്ടേഴ്സും മെലോ ഡ്രാമാറ്റിക് ഹീറോസും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർ വളരെയധികം, ഈ ഹീറോസ് എങ്ങനെയായിരിക്കും, മെലോ ഡ്രാമാറ്റിക് ആണെങ്കിൽ വളരെയധികം ശുദ്ധരായിരിക്കും, ഭയങ്കര ഗ്രേറ്റ് ഹാർട്ടഡ് ആയിരിക്കും. ഹീറോയിൻ എന്ന് പറയുന്ന വളരെ പ്യുവർ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കും. വില്ലൻ എന്ന് പറയുന്നത് ഭയങ്കര മോൺസ്റ്റർ ആയിരിക്കും. അപ്പൊ ഈ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഇവരെ 3 പേരെ ചുറ്റിപ്പറ്റിയായിരിക്കും നിൽക്കുന്നത്.
പിന്നെന്താണ് 19th സെഞ്ചുറി മെലോ ഡ്രാമാസിന്റെ എക്സാമ്പിൾ അവരവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 എക്സാമ്പിൾസ് എന്താണ് അവിടെ ഏതെങ്കിലും എളുപ്പമുള്ള 2 കൊടുത്താൽ മതി. ഇപ്പോൾ അത് ടി വിയിലും നമ്മുടെ സിനിമാസിലും ഒക്കെ നമുക്ക് മെലോ ഡ്രാമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എക്സാമ്പിൾസ് വീണ്ടും നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജോർജ് ബെർണാഡ് ഇന്റലക്ച്വൽ മെലോ ഡ്രാമയാണ് ദ ഡെവിൾസ് ഡിസൈപ്പിൾ. പിന്നെ ആൽഫ്രഡ് ജാറിയുടെ ഉബൂറോ എന്ന് പറയുന്ന ഒരു മെലോ ഡ്രാമയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോബ്ലം പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ഡ്രാമാറ്റിക് പ്ലേ ആണ് പ്രോബ്ലം പ്ലേ എന്ന് പറയുന്നത്. ഒരു സോഷ്യൽ പ്രോബ്ലത്തിനെ കാണിച്ച് അതുകൊണ്ടൊരു പ്ലേ ഉണ്ടാക്കുക, ഒരു ഡ്രാമ ബേസ് ചെയ്യുക, അതിനെയാണ് പ്രോബ്ലം പ്ലേ എന്ന് പറയുന്നത്. അതിനൊരു സൊല്യൂഷനും നമുക്ക് ഈ ഒരു പ്ലേക്കകത്ത് കാണാം. അതായത് ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിനെ ബേസ് ചെയ്തൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നു. ആ പ്രശ്നത്തിനുള്ളൊരു സൊല്യൂഷനും ലാസ്റ്റ് പ്ലേ തീരുമ്പോൾ ക്യാരക്ടർ കാണിച്ചിരിക്കും, അല്ലെങ്കിൽ റൈറ്റർ പ്രസന്റ് ചെയ്തിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രോബ്ലം പ്ലേ അഥവാ തീസിസ് പ്ലേ എന്നും പറയും. ഫ്രാൻസിലാണിത് 19th സെഞ്ചുറിയിലാണിത് ഒറിജിനേറ്റ് ചെയ്തത്. പിന്നെന്താണ്, ഒരുപാട് പ്രോബ്ലം പ്ലേസ് 1860-ലും 1900-ലും വന്നിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹെൻറിക് ഇബ്സന്റെ ഡോൾസ് ഹൗസ് ആണ്. ഡോൾസ് ഹൗസ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ ആ ഒരു ഡിസ്ക്രിമിനേഷനെ കുറിച്ചാണ് ഡോൾസ് ഹൗസിനകത്ത് പറഞ്ഞത്. അത് കല്യാണം കഴിച്ചിട്ട് ഒരു സ്ത്രീ അവരുടെ മക്കളെ നോക്കി ഹസ്ബൻഡിന്റെ കാര്യം നോക്കി ഇങ്ങനെ വർഷങ്ങളായിട്ട് ജീവിക്കുകയാണ്. ഒരു ദിവസം ഈ സ്ത്രീ എന്ത് ചെയ്തു, വീടിന്റെ മക്കളെ ഹസ്ബൻഡിനെ ഉപേക്ഷിച്ചിട്ട് ഇവരെ ഇറങ്ങിപ്പോവാണ് ചെയ്യുന്നത്. വാതിലടച്ച് ഇറങ്ങിപ്പോകുന്നു. അതാണ് ഹെൻറിക് ഇബ്സന്റെ ഡോൾസ് ഹൗസ്. ആ വിമന്റെ സബോർഡിനേഷൻ ഇൻ മാരേജ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ജോർജ് ബെർണാഡ് ഷോയുടെ മിസ്സസ് വാരൻസ് പ്രൊഫഷൻ, അത് പ്രോസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്. പിന്നെ അതുപോലെ 2-3 റൈറ്റേഴ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷേക്സ്പിയറിനും ഉണ്ട് പ്രോബ്ലം പ്ലേസ്. എക്സാമ്പിൾ എന്ന് പറയുന്ന മെഷർ ഫോർ മെഷർ, ഓൾ ഇസ് വെൽ ദാറ്റ് എൻഡ്സ് വെൽ. ഇതെല്ലാം എന്തിനെ കുറിച്ചാണ് കാണിക്കുന്നത്, ഒരു സൊല്യൂഷൻ, ഒരു പ്രോബ്ലം പ്രസന്റ് ചെയ്യും, അതിന്റെ സൊല്യൂഷൻ ലാസ്റ്റ് കാണും. പിന്നെ മോഡേൺ പ്രോബ്ലം അതായത് പ്രോബ്ലം പ്ലേയെ നമ്മൾ മോഡേൺ ഇറയിൽ വിളിക്കുന്ന പേര് ഡിസ്കഷൻ പ്ലേ എന്നാണ്. അതിനകത്ത് എന്താണ് സോഷ്യൽ ഇഷ്യൂസ് കാണത്തില്ല, അല്ലാതുള്ള കുറേ കാര്യങ്ങളായിരിക്കും. ഒരു ഡിബേറ്റ് പോലെ ആയിരിക്കും, ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു ഡിബേറ്റ് പോലെ ഇങ്ങനെ പ്രസന്റ് ചെയ്ത് മാൻ ആൻഡ് സൂപ്പർമാൻ ആണ് ഡിസ്കഷൻ പ്ലേയുടെ എക്സാമ്പിൾ. അബ്സേർഡ് ഡ്രാമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിയേറ്റർ ഓഫ് ദി അബ്സേർഡ് എന്ന് പറയുന്നത് 1950s പ്രസന്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ സ്റ്റേജ് ചെയ്തിരുന്ന കുറേ ഡ്രാമാസിനെയാണ് നമ്മൾ അബ്സേർഡ് ഡ്രാമ എന്ന് പറയുന്നത്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് സാമുവൽ ബെക്കറ്റ്, യൂജീൻ ഇനസ്കോ, ഹെറോൾഡ് പിന്റർ. ഇവരൊക്കെയാണ് അബ്സേർഡ് ഡ്രാമാറ്റിസ്റ്റ്. അബ്സേർഡ് എന്ന് പറയുന്ന വാക്ക് ആദ്യം യൂസ് ചെയ്ത് ആൽബർട്ട് ക്യാമു എന്ന് പറഞ്ഞ റൈറ്ററാണ്. അദ്ദേഹത്തിന്റെ ദ മിത്ത് ഓഫ് സിസിഫസിനകത്താണ് ഈ ഒരു വേർഡ് കൊണ്ടുവന്നത്. അപ്പൊ എന്താണ് ഈ ഒരു അബ്സേർഡ് എന്നുള്ള വാക്കിന്റെ മീനിങ് എന്താണ്? മീനിങ്ലെസ്. നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന്റെ ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മീനിങ്ലെസ് ആണെന്നാണ്. നമ്മൾ എന്തിനോ വേണ്ടി ജീവിക്കുന്നു, ഇതാണ് ഈ ഒരു അബ്സേർഡിറ്റിയുടെ മീനിങ് എന്ന് പറയുന്നത്. സോ ഈ ഒരു തീമിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്ന ഡ്രാമാസിനെയാണ് അബ്സേർഡ് ഡ്രാമാസ് എന്ന് പറയുന്നത്. അബ്സേർഡ് ഡ്രാമ അല്ലെങ്കിൽ അബ്സേർഡ് എന്നുള്ള വാക്ക് ആദ്യം കൊണ്ടുവന്ന ആൽബർട്ട് ക്യാമു ആണ്. അദ്ദേഹത്തിന്റെ വർക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. മാർട്ടിൻ എസ്ലിൻ എന്നുള്ള അദ്ദേഹമാണ് ഈ ഒരു ടേം കോയിൻ ചെയ്തത്, അല്ലെങ്കിൽ തിയേറ്റർ ഓഫ് ദ അബ്സേർഡ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത് മാർട്ടിൻ എസ്ലിനാണ് കേട്ടോ. പിന്നെന്താണ്, മാൻ എന്ന് പറയുന്നത് എന്താണ്, യൂണിവേഴ്സിൽ നിന്ന് ഒരുപാട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. എന്താണ്, നമ്മുടെ ജനനം തന്നെ മീനിങ്ലെസ് ആണ്, ഇങ്ങനെയൊക്കെ ഒരു കാര്യമാണ്. നമ്മൾ മരിക്കുന്നത് തന്നെ നമ്മുടെ ലൈഫിന്റെ മീനിങ് അറിയാതെയാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറേ തീംസ്, ഫിലോസഫിക്കൽ തീംസ് ആണ്. പിന്നെ അബ്സേർഡ് എന്ന് വെച്ചാൽ ഒറിജിനൽ മീനിങ് എന്താണ്, ഔട്ട് ഓഫ് ഹാർമണി, അതിനെയാണ് നമ്മൾ അബ്സേർഡ് എന്ന് പറയുന്നത്. പിന്നെ കാഫ്ക, അതൊക്കെ അബ്സേർഡ് ഡ്രാമാറ്റിസ്റ്റ് ആണ്. അവരുടെയൊക്കെ പോയിംസിനകത്ത് അല്ലെങ്കിൽ അവരുടെയൊക്കെ വർക്ക്സിനകത്ത് നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ റിഡിക്കുലസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലോജിക് ഇല്ലാത്ത, മാൻ ഇസ് ലോസ്റ്റ്, ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞാൽ വളരെ ലോസ്റ്റ് ആണ്. അയാളുടെ ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ സെൻസ്ലെസ് ആണ്, യൂസ്ലെസ് ആണ്. ഇതാണ് അബ്സേർഡ് തിയേറ്ററിനകത്ത് പ്രസന്റ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അബ്സേർഡ് ഡ്രാമാറ്റിസ്റ്റ് എന്ന് പറയുന്നത് സാമുവൽ ബെക്കറ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് വെയിറ്റിംഗ് ഫോർ ഗോദോ. ഇത്രയേ ഉള്ളൂ കഥ. വെയിറ്റിംഗ് ഫോർ ഗോദോയ്ക്കകത്ത് 2 ആളുകൾ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഇവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുവാണ് ദിവസങ്ങൾ, അതായത് ഒരുപാട് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, ഇവർ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു, ഇവർ റിലിജനെ കുറിച്ച് സംസാരിക്കുന്നു. അങ്ങനെ ഭയങ്കര ഒരു ലോജിക്കലായിട്ടുള്ളൊരു പ്ലോട്ടൊന്നും ഇല്ലടാ അബ്സേർഡ് ഡ്രാമയ്ക്കകത്ത്. എന്നിട്ട് മെയിൻ ക്യാരക്ടർ എന്ന് വെച്ചാൽ ലോജിക്കലായിട്ട് ഒരു കാര്യവും സംഭവിക്കത്തില്ല, ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് എന്ന് വെച്ചാൽ കാണിക്കുന്നത് എന്താണ്, ലൈഫ് നമ്മുടെ മീനിങ്ലെസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീൻ ജെനറ്റ് എന്നുള്ളൊരു ഫ്രഞ്ച് പ്ലേ റൈറ്റും അബ്സേർഡ് ഡ്രാമാറ്റിസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഹെറോൾഡ് പിന്റർ എന്നുള്ള നമ്മുടെ ഇംഗ്ലീഷ് ഡ്രാമാറ്റിസ്റ്റിനകത്തും അബ്സേർഡ് ഡ്രാമ പബ്ലിഷ് ചെയ്യുന്ന ആളാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അടുത്ത മോഡേൺ ഡ്രാമാസിലോട്ട് വരുമ്പോൾ ടോം സ്റ്റോപ്പേർഡിന്റെ റോസൻ ക്രാൻസ് ആൻഡ് ഗിൽഡൻസ്റ്റേൺ ആർ ഡെഡ്. ഇതൊക്കെ പഠിച്ച് ഏതാണ് ഏറ്റവും എളുപ്പമുള്ളതെന്ന് വെച്ചാൽ മിസ് പറഞ്ഞ സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ പഠിച്ചു വെക്കുക കേട്ടോ. പിന്നെ ഓക്കെ,
പോസ്റ്റ് വാർ ഡ്രാമയാണ് അബ്സേർഡ് ഡ്രാമ. എന്ന് വെച്ചാൽ എന്താ, വാറിന് ശേഷം, അതായത് നമ്മുടെ വേൾഡ് വാർ 2 വേൾഡ് വാർ 1 ശേഷം ഇറങ്ങിയ ഒരു ടൈപ്പ് ഓഫ് ഡ്രാമയാണ് അബ്സേർഡ് ഡ്രാമ എന്ന് പറയുന്നത്. അടുത്ത പോയറ്റിക് ഡ്രാമയാണ്. പോയറ്റിക് ഡ്രാമ എന്ന് വെച്ചാൽ പോയത്തിന്റെ രൂപത്തിൽ എഴുതിയേക്കുന്ന ഡ്രാമയാണ് നമ്മൾ പോയറ്റിക് ഡ്രാമ എന്ന് പറയുന്നത്. പോയറ്റിക് ഡ്രാമ ഗ്രീക്ക് പ്ലേസ് അല്ലെങ്കിൽ എലിസബത്തൻ പ്ലേസ് പണ്ട് കാലത്ത് ഇങ്ങനെയായിരുന്നു, പോയത്തിന്റെ രൂപത്തിലാണ് എഴുതിയിരുന്നത്. അതായത് ഡയലോഗൊക്കെ എന്താണ്, പോയം വായിക്കുന്ന പോലെ ഇരിക്കും നമുക്ക് കേട്ടോ. പിന്നെ സോ പോയട്രി ആയിരുന്നു പോയട്രിയിലൂടെ നടത്തുന്ന ഡ്രാമാസിനെയാണ് നമ്മൾ പോയറ്റിക് ഡ്രാമ എന്ന് പറയുന്നത്. പിന്നെ ഗ്രീക്ക് പ്ലേ റൈറ്റ്സും ഷേക്സ്പിയറിനും ഒക്കെ ഒരുപാട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. പിന്നെന്താണ്, റീസ്റ്റോറേഷന് ശേഷമാണ് പ്രോസ് എന്നുള്ള കാര്യം ഡ്രാമാസിനകത്ത് വരാൻ തുടങ്ങിയത്. അതായത് പണ്ട് പോയട്രിയിലൂടെയാണ് ഡ്രാമാസ് പ്രസന്റ് ചെയ്തിരുന്നെങ്കിൽ റെസ്റ്റോറേഷൻ ഏജിന് ശേഷമാണ് പ്രോസ് യൂസ് ചെയ്ത് എഴുതാൻ തുടങ്ങിയത്. ഷെറിഡൻ ഗോൾഡ്സ്മിത്ത് പിന്നെ അവരൊക്കെ എന്താണ്, പ്രോസിലാണ്, ജോർജ് ബെർണാഡ് ഷായൊക്കെ പ്രോസിലാണ് ഡ്രാമാസ് പ്രസന്റ് ചെയ്യാൻ തുടങ്ങിയത്. 20th സെഞ്ചുറി ആയപ്പോൾ എന്ത് ചെയ്തു, പോയറ്റിക് ഡ്രാമാസ് ഒക്കെ എന്ത് ചെയ്തു, വീണ്ടും ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നു. WB Yeats, T.S. Eliot ഒക്കെ പോയറ്റിക് പ്ലേസ് വീണ്ടും എഴുതാൻ തുടങ്ങി. അതായത് ഇവരെന്തുകൊണ്ട് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്, ആ സമയത്തുള്ള ആർട്ടിഫിഷ്യൽ കോമഡിക്കെതിരെയൊക്കെ ഒരു റിയാക്ഷന് വേണ്ടി ഇവരെന്ത് ചെയ്തു, വീണ്ടും പോയറ്റിക് പ്ലേസ് എഴുതാൻ തുടങ്ങി. പോയറ്റിക് ഡ്രാമാറ്റിസ്റ്റ് എന്താണ് പറഞ്ഞത്, ഡ്രാമാസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, എപ്പോഴും ഒരു ഡ്രാമയ്ക്ക് ഒരു ലൈഫ് ഉണ്ടായിരിക്കണം. അങ്ങനെ ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ അതിനെ പോയറ്റിക് ആയിട്ട് എഴുതണം എന്നാണ് പോയറ്റിക് ഡ്രാമാറ്റിസ്റ്റ് വിചാരിച്ചിരുന്നത്. പിന്നെ എക്സാമ്പിൾ എന്ന് പറയുന്നത് T.S. Eliotന്റെ മർഡർ ഇൻ ദ കത്തീഡ്രൽ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദ 1 act പ്ലേ. 1 act പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെടാ, ഒരു ഡ്രാമയ്ക്ക് നമ്മൾ നേരത്തെ പഠിച്ചു 5 ആക്ട് കാണുമെന്ന്, ഓരോ ഡിവിഷനെയാണ് നമ്മൾ ആക്ട് എന്ന് പറയുന്നത്. പക്ഷേ 1 act പ്ലേ എന്ന് വെച്ചാൽ ആ ഡ്രാമയ്ക്ക് ഒരു ആക്ട് മാത്രമേ കാണത്തുള്ളൂ. അതിനകത്ത് തന്നെ അതായത് ഒരു 15 to 40 മിനിറ്റ്സ് മാത്രമേ ആ ഒരു ഡ്രാമ കാണത്തുള്ളൂ. 1 act പ്ലേ എന്ന് പറയുന്നത് പണ്ട് കാലത്തെ മിസ്റ്ററി അല്ലെങ്കിൽ മിറക്കിൾ പ്ലേസുമായിട്ട് ബന്ധമുണ്ട്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, ഇതൊരു ഷോർട്ട് പ്ലേ ആയിരിക്കും എടാ. പണ്ട് കാലത്ത് ഇത് വന്നിട്ട് പിന്നെ ഇത് ഡിസപ്പിയർഡ് ആയി പോയതായിരുന്നു ഈ 1 act പ്ലേ. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ 18th സെഞ്ചുറി ആയപ്പോഴത്തേക്ക് 1 act പ്ലേസ് വീണ്ടും വരാൻ തുടങ്ങി. പിന്നെ അതിനെ അങ്ങനെയുള്ള പ്ലേയെ നമ്മൾ കർട്ടൻ റൈസർ പ്ലേസ് എന്ന് വിളിക്കാറുണ്ട്. പിന്നെ വേറെ 2-3 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടെടാ. ഏറ്റവും എളുപ്പമുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചിട്ട് എഴുതണം. 1 act പ്ലേക്കകത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. പ്ലേ റൈറ്റ് എന്താണ്, വളരെയധികം ക്യാരക്ടേഴ്സിനെ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല, വളരെ ഷോർട്ട് സ്റ്റോറീസേ പറ്റത്തോളടാ. പിന്നെ മാക്സിമം ഡയലോഗ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അതായത് ഒരു ആക്ട് അല്ലേ ഉള്ളൂ, വേറെ ഡിവിഷൻസ് ഒന്നും വരുന്നില്ല. ഈ ഒരു ആക്ടിനുള്ളിൽ എല്ലാ കാര്യങ്ങളും തീരുകയും വേണം, തുടങ്ങുകയും വേണം. പിന്നെന്താണ്, ഭയങ്കര ഷോർട്ടായിട്ടുള്ളതാണ് പ്ലേ. പിന്നെ ക്യാരക്ടറൈസേഷൻ ആണെങ്കിലും ഡയലോഗ് ആണെങ്കിലും വളരെ ഷോർട്ടാണ്. മാക്സിമം ഡയലോഗ്സ് കുത്തിക്കയറ്റി പറയാൻ ഒരു സിംഗിൾ എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു സിംഗിൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ 2-3 ക്യാരക്ടേഴ്സേ കാണത്തുള്ളൂ. പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്, പ്യുവർ ട്രാജഡിയോ പ്യുവർ കോമഡിയോ ആകാം. ടൈം എന്ന് പിന്നെ ഒരു സിംഗിൾ പ്ലേസിലായിരിക്കും ഇത് ഹാപ്പൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഡിസൈനും അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരിക്കും. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇത് മാത്രം പഠിച്ചാൽ മതി. J.M. ബാരിയുടെ അത് പഠിച്ചു വെക്കുക, അയാളുടെ പേര് പഠിച്ചു വെക്കുക. പിന്നെ 1 act പ്ലേസ് എന്ന് പറയുന്നത്, പിന്നെ റൈഡേഴ്സ് ടു ദ സീ എന്ന് പറയുന്ന ഒരു പ്ലേ 1 act പ്ലേ ആണ് കേട്ടോ. അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി, റൈഡേഴ്സ് ടു ദ സീ. ദെൻ ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിയലിസ്റ്റിക് നോവൽ. ഇനി റിയലിസ്റ്റിക് നോവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള റിയലിസം എന്ന് പറയുമ്പോൾ റിയലിസ്റ്റിക് എന്ന് വെച്ചാൽ മീനിങ് അറിയാലോ, വളരെ ഒറിജിനൽ എന്നുള്ളൊരു മീനിങ്. സോ റിയലിസ്റ്റിക് നോവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കോംപ്ലക്സ് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ഒരു പ്ലേ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ, അല്ലെങ്കിൽ നോവൽ എഴുതുന്നതിനാണ് റിയലിസ്റ്റിക് നോവൽസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ചൂസ് ചെയ്ത് വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള മോട്ടീവ്സ് അല്ലെങ്കിൽ എയിംസ് അവർക്ക് കൊടുത്ത് അങ്ങനെയുള്ളൊരു ക്യാരക്ടറൈസേഷനുള്ള നോവലിനെയാണ് നമ്മൾ റിയലിസ്റ്റിക് നോവൽ എന്ന് പറയുന്നത്. പിന്നെ റിയലിസ്റ്റിക് നോവൽ എന്ന് പറയുന്നത് ഒരു എന്താണ്, ഈ സത്യം മാത്രം പറയുന്ന ഒരു നോവലായിരിക്കും ഇവിടെ. 18th സെഞ്ചുറി റൈറ്റേഴ്സ് ഒക്കെ ഡാനിയൽ ഡീഫോർഡും ഹെൻറിക് ഫീൽഡിങ്ങിൻ്റെയൊക്കെ നോവൽസ് എന്ന് പറയുന്നത് റിയലിസ്റ്റിക് നോവൽസ് ആയിരിക്കും. പിന്നെ ജെയിൻ ഓസ്റ്റൻ നോവലൊക്കെ എന്ന് വെച്ചാൽ റിയലിസ്റ്റിക് നോവൽസ് ആണ്. 2-3 റൈറ്റേഴ്സിന്റെ പേര് പഠിച്ചു വെക്കുക, അത്രേ ഉള്ളൂ. ഹിസ്റ്റോറിക്കൽ നോവൽ എന്ന് പറയുന്നത് എന്താണ്, ഫിക്ഷണൽ ക്യാരക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്ത് അല്ലെങ്കിൽ ഫിക്ഷണൽ ആയിട്ടുള്ള ഇവന്റ്സിനെ ഹിസ്റ്ററിയിൽ നിന്ന്, അതായത് നമ്മൾ പണ്ട് കാലത്ത് ഏതെങ്കിലും ഒരു സംഭവം നടന്നു അല്ലെങ്കിൽ പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ഏതെങ്കിലും ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ഒരു നോവൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഹിസ്റ്റോറിക്കൽ നോവൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇമാജിനേഷനും കാണുകൂടെ, ഫാക്റ്റും കാണും, ഫിക്ഷനും കാണും. പണ്ട് കാലത്തെ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സിനെ മിങ്കിൾ ചെയ്തിട്ട് ഒരു ഇമാജിനേറ്റീവ് ആയിട്ടൊരു സ്റ്റോറി റീക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഹിസ്റ്റോറിക്കൽ നോവൽ എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കലും ഫിക്ഷണൽ ക്യാരക്ടേഴ്സും ഒരുപോലെ കാണും, അതിൻ്റെ 2 മിക്സ് ആയിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ റൈറ്ററാണ് വാൾട്ടർ സ്കോട്ട് എന്ന് പറയുന്നത്.
അദ്ദേഹമാണ് ഹിസ്റ്റോറിക്കൽ നോവലിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഹിസ്റ്റോറിക്കൽ ഇവൻസിനെയും ക്യാരക്ടേഴ്സിനെയും നരേഷനെയൊക്കെ വെച്ചിട്ട് ഇദ്ദേഹമാണ് സ്റ്റാർട്ട് ചെയ്തത്. വാട്ടർ സ്കോട്ടിൻ്റെ നോവൽസിൻ്റെ പിന്നെ ഒരു നോവൽ എന്ന് പറയുന്നത് ഇവാൻ ഹോ, പേജ് നമ്പർ 302 ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാൾസ് ഡിക്കൻസിന്റെ ടെയിൽ ഓഫ് ടു സിറ്റീസ്, അതൊക്കെ എന്താണ് ഹിസ്റ്റോറിക്കൽ നോവൽസ് ആണ്. ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസും അതൊക്കെ എന്താണ് ഹിസ്റ്റോറിക്കൽ നോവൽസ് ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗോതിക് നോവൽ. ഗോതിക് നോവൽ എന്ന് വെച്ചാൽ എന്താണെടാ, ശരിക്കും പറഞ്ഞാൽ ഗോതിക് എന്ന് പറയുന്ന വാക്ക് പണ്ട് കാലത്തുണ്ടായിരുന്ന മെഡീവൽ ആയിട്ടുള്ള ബിൽഡിങ്സ്, ആർക്കിടെക്ചർ ഉണ്ടല്ലോ, ആ ആർക്കിടെക്ചറൽ ആ ബിൽഡിങ്സിൽ നിന്ന് വന്ന പേരാണ് ഗോതിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോത്ത് എന്ന് പറയുന്ന വേർഡ്. ഗോതിക് ആർക്കിടെക്ചർ എന്ന് വെച്ചാൽ എന്താ, മെഡീവൽ ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ ആണ്. അതായത് നമ്മൾ ഈ കാസൽസ് നിനക്കറിയാമല്ലോ, കാസൽസ് എന്ന് പറയുന്നത് നമ്മുടെ റാപ്പുൻസിലൊക്കെ മുടി ഇങ്ങനെ താഴോട്ട്, ഒരു കാസിലകത്ത് അവളെ അടച്ചിട്ടിരുന്നു, മുടി താഴോട്ടിട്ട് ഒരാളാണ് ഇവളെ രക്ഷിച്ചത്, മുടിയിൽ ഇങ്ങനെ വലിഞ്ഞു കയറി, അങ്ങനെയൊക്കെയുള്ള കുറേ സെൻട്രൽ അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ കാസൽസ് ഒക്കെ ഉണ്ടല്ലോ, ആ കാസൽസിൽ നടക്കുന്ന സ്റ്റോറീസിനെയാണ് നമ്മൾ ഗോതിക് നോവൽസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഗോതിക് നോവൽസിന്റെ ആ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ ഈ ഹൊറർ സിനിമാസ് കാണുന്ന പോലെ ഇരിക്കും. അതായത് വളരെയധികം ആ ബിൽഡിങ്സ് എങ്ങനെയാണ്, ഈ ഗോതിക് നോവൽസ് അല്ലെങ്കിൽ ഗോതിക് ആർക്കിടെക്ചറിലെ ബിൽഡിങ്സ് എങ്ങനെയാണ്, ഭയങ്കര കാസൽ രൂപത്തിലായിരിക്കും. ഈ പിന്നെ ഹിഡൻ പാസേജസ് ഒക്കെ ഉണ്ട്, സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് കാണും, മാജിക് കാണും, ഫാന്റസി കാണും, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഗോതിക് നോവൽസിൽ കാണുന്നത്. ഗോതിക് നോവൽസ് എന്ന് പറയുന്നത് ഗോതിക് റൊമാൻസും കാണും. പിന്നെ 1760s ഓൺവേർഡ്സ് ആണ് ഗോതിക് നോവൽസ് പോപ്പുലറൈസ് ആയത്. പിന്നെന്താണ്, ഒരു ഗോസ്റ്റ് സ്റ്റോറി പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോതിക് പിന്നെന്താണ് ഇവിടെ, ക്രൂവൽറ്റി കാണും, ഹൊറർ കാണും, ടെറർ കാണും, ഇതൊക്കെ ആയിരിക്കും തീംസ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോതിക് നോവൽ എന്ന് പറയുന്നത് മേരി ഷെല്ലി എഴുതിയ ഫ്രാങ്കൻസ്റ്റീൻ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോതിക് നോവലാണ്. പിന്നെ വേറെ കുറേ ഗോതിക് നോവൽസിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ടടാ. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്, ഇതിൻ്റെ ഒരു ഒരു മൂടെന്ന് പറയുന്നത് വളരെ ഗ്ലൂമി കാസിലിനകത്തായിരിക്കും. ഒരു ഹീറോയിൻ കാണും, വളരെ ക്രൂവലായിട്ടുള്ളൊരു ഹീറോ കാണും, ഇന്നസെന്റ് ആയിട്ടുള്ള ഹീറോയിൻ ആയിരിക്കും ഉള്ളത്, വളരെ ക്രൂവലായിട്ടൊരു വില്ലൻ കാണും, ഗോസ്റ്റ് കാണും, മിസ്റ്റീരിയസ് ആയിട്ടുള്ള അപ്പിയറൻസസ് കാണും, പിന്നെ കുറേ സൂപ്പർ നാച്ചുറൽ ഒക്കറൻസസ് ഒക്കെ കാണും, ഭയങ്കര മിസ്റ്റീരിയസ് ആയിരിക്കും. പിന്നെ വില്യം ബെക്ക്ഫോർഡിന്റെ വത്തക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഗോതിക് നോവലാണ്. ജെയിൻ ഓസ്റ്റനും ഗോതിക് നോവൽസ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഗോതിക് നോവൽസിനെ കളിയാക്കിക്കൊണ്ട് ജെയിൻ ഓസ്റ്റൻ എഴുതിയ നോവലാണ് നോർത്ത് ആങ്കർ ആബേ, പേജ് നമ്പർ 303 ഫസ്റ്റ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് സെന്റൻസ്. പിന്നെ ഓക്കെ, ദെൻ അടുത്തതെന്ന് വെച്ചാൽ സൈക്കോളജിക്കൽ നോവലാണ്. സൈക്കോളജിക്കൽ നോവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ക്യാരക്ടറിന്റെ ഇന്റീരിയർ ആയിട്ടുള്ള, അതായത് ഒരു ക്യാരക്ടറിന്റെ ഡൂയിങ്സിൽ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ മൈൻഡ് സെറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യുന്ന നോവൽസാണ് സൈക്കോളജിക്കൽ നോവൽ എന്ന് പറയുന്നത്. അതായത് എക്സ്റ്റേണൽ ആക്ഷൻ ഒന്നും വലിയ ഇമ്പോർട്ടൻസ് കാണത്തില്ലടാ. സൈക്കോളജിക്കൽ നോവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എക്സ്റ്റേണൽ ആക്ഷൻ അല്ല, ഇന്റേണൽ മൈൻഡിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യുന്ന നോവൽസാണ് ഈ സൈക്കോളജിക്കൽ നോവൽസ് എന്ന് പറയുന്നത്. അതായത് എന്തുകൊണ്ട് ഈ ആക്ഷൻ ഹാപ്പൻ ചെയ്തു, എവിടെ വെച്ച് ഹാപ്പൻ ചെയ്തു എന്ന് പറയുന്നതിന് പോലെ എന്തുകൊണ്ട് ഈ ആക്ഷൻ ഹാപ്പൻ ചെയ്തു. പിന്നെ ഈ ഒരു നോവൽസിലെ ക്യാരക്ടേഴ്സിനായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ക്യാരക്ടറൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ക്യാരക്ടേഴ്സിന്റെ മൈൻഡിനെ വളരെ ഡീപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യും നമ്മുടെ റൈറ്റർ. സൈക്കോളജിക്കൽ നോവലിനെ നമ്മൾ നോവൽ ഓഫ് ദി ഇന്നർ മാൻ എന്നും പറയാറുണ്ട്. ചില സമയത്ത് ഈ ഒരു സൈക്കോളജിക്കൽ നോവൽസിന് നമുക്ക് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് യൂസ് ചെയ്ത് എഴുതാറുണ്ട്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ക്യാരക്ടറിനെ കൊണ്ട് തന്നെത്താനെ സംസാരിപ്പിക്കും. ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും, ക്യാരക്ടർ ഡിസ്കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഡ്രമാറ്റിക് മോണലോഗ് എന്ന്. അപ്പോൾ ആ ഒരു മോണലോഗ് വഴി എന്ത് സംഭവിക്കും, നമുക്ക് ആ ഒരു ക്യാരക്ടറിന്റെ സ്വഭാവം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അയാളുടെ മൈൻഡിന്റെ ഇന്നർ വർക്കിംഗ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാണ് സൈക്കോളജിക്കൽ നോവൽ എന്നും പറയുന്നത്. പിന്നെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്നുള്ള ഈ ഒരു ടേം ആദ്യമേ കൊണ്ടുവന്നത് വില്യം ജെയിംസ് ആണ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് എന്താണ്, ഒരാൾ നിന്ന് ഒരു കണക്ഷനും ഇല്ലാതെ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനെയാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത എന്താണ്, സൈക്കോളജിക്കൽ നോവൽ എക്സാമ്പിളാണ് സാമുവൽ റിച്ചാർഡ്സന്റെ പമേല എന്ന് പറയുന്നത്. പിന്നെ ഓക്കെ, ഡൊറോത്തി റിച്ചാർഡ്സനൊക്കെ സൈക്കോളജിക്കൽ നോവലിന്റെ ആളാണ് കേട്ടോ, ഡൊറോത്തി റിച്ചാർഡ്സൺ. പിന്നെ വേറെ എന്താണ്, വിർജീനിയ വൂൾഫൊക്കെ സൈക്കോളജിക്കൽ നോവൽസിന്റെ ആളാണ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്കും വിർജീനിയ വൂൾഫ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്നോ രണ്ടോ എക്സാമ്പിൾ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ലിറിക്കൽ നോവൽ എന്ന് പറയുന്നത് എന്താണ്, ലിറിക്കൽ നോവൽ എന്ന് പറയുന്നത് നമ്മുടെ പേജ് നമ്പർ 305 കൊടുത്തിട്ടുണ്ട്. അതായത് ലിറിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്യുന്നതാണ് ലിറിക്കൽ നോവൽസ് എന്ന് പറയുന്നത്. നമ്മുടെ പോയം പോലുള്ള രീതിയിലൊക്കെ എഴുതി വെച്ചേക്കും ഈ ഒരു നോവൽസ്. അതായത് പിന്നെ തീം എന്ന് പറയുന്നത് എന്താണ്, ഇമേജസിലൂടെ സീൻസ് കാണും, സിംബോളിക് ഫിഗേഴ്സ് കാണും, പിന്നെ എന്താണ്, ഒരു
പാസീവ് ആയിട്ടുള്ള പ്രോട്ടഗോണിസ്റ്റ് ആയിരിക്കും ഉള്ളത്. അയാളുടെ തോട്ട്സ്, അയാളുടെ ആക്ഷൻ എന്ന് പറയുന്നത് പോയത്തിന്റെ രൂപത്തിലൂടെ ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അതാണ് ലിറിക്കൽ നോവൽ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ബെസ്റ്റ് നോവൽ അതിനകത്ത് കൊടുത്തേക്കുന്നത് എക്സാമ്പിൾ ആയിട്ട് നോവലിസ്റ്റുകളുടെ പേര് പഠിച്ചു വെക്ക്. ജോസഫ് കോൺറാഡ്, ഹെൻറി ജെയിംസ് ഒക്കെ എന്താണ് ലിറിക്കൽ നോവൽസിന്റെ ആളുകളാണ്. പിന്നെ വിർജീനിയ വൂൾഫ് ലിറിക്കൽ നോവൽസിന്റെ ആളാണ് കേട്ടോ. ലിറിക്കൽ നോവൽ എന്ന് വെച്ചാൽ എന്താ, പോയറ്റിന്റെ രൂപത്തിലുള്ള നോവൽസിനാണ് ലിറിക്കൽ നോവൽസ് എന്ന് പറയുന്നത്. ഈ ഒരു നോവൽ നമുക്കത് വായിക്കുമ്പോൾ ഒരുമാതിരി പോയം വായിക്കുന്ന പോലെ ഇരിക്കും. അതായത് ഒരു ഫോമും കാണത്തില്ല, ഒരു പ്ലോട്ടും കാണത്തില്ല, എല്ലാം ഒരുമാതിരി പോയറ്റിക് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകും. ഇമേജറി ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ പിഞ്ചർ മാർട്ടിൻ എന്നുള്ളത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലിറിക്കൽ നോവലാണ് കേട്ടോ. പേജ് നമ്പർ 34306 ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മോഡേണിസ്റ്റ് നോവൽ എന്ന് വെച്ചാൽ യൂറോപ്യൻ നോവൽ അല്ലെങ്കിൽ അമേരിക്കൻ നോവൽ ആഫ്റ്റർ ദി സെക്കൻഡ് വേൾഡ് വാർ, ആ സമയത്തുള്ള നോവൽസിനെയാണ് നമ്മൾ മോഡേണിസ്റ്റ് നോവൽ എന്ന് പറയുന്നത്. 19th സെഞ്ചുറി നോവൽസ്. ഈ നോവൽസ് എന്ന് പറയുന്നത് എന്താണ്? പബ്ലിക് ലൈഫ്, പ്രൈവറ്റ് ലൈഫ്, നാഷണലിസം, സെക്ഷുവാലിറ്റി, ജെൻഡർ ഐഡന്റിറ്റി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചും ഡിസ്കസ് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റൈറ്റേഴ്സിന്റെ പേരോടെ കൊടുത്തിട്ടുണ്ട്. E.M. ഫോസ്റ്റർ, കാഫ്ക, ജോയ്സ്, വിർജീനിയ വുൾഫ് ഒക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ വിക്ടോറിയൻ നോവലും മോഡേണിസ്റ്റ് നോവലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിക്ടോറിയൻ നോവൽ എന്ന് പറയുന്നത് എന്താണെടാ, ഒരു മോഡേണിസ്റ്റ് നോവൽ ജസ്റ്റ് നീ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. മോഡേണിസ്റ്റ് നോവൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. നമ്മൾ പണ്ട് പറയാതിരുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ഓപ്പൺലി ഡിസ്കസ് ചെയ്യും മോഡേണിസ്റ്റ് നോവൽ. പിന്നെ ഓക്കെ, ഇത്രയും മാത്രം മതി. ദെൻ അടുത്തതെന്ന് വെച്ചാൽ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുമ്പോൾ അറിയാലോ, വളരെ ചെറിയ സ്റ്റോറിയാണ് നമ്മൾ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെ ചോസറാണ് ഈ ഷോർട്ട് സ്റ്റോറീസ് കൊണ്ടുവന്നത് കേട്ടോ. കാൻറ്റർബറി ടെയിൽസിനകത്ത് തന്നെ ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് ഉണ്ടല്ലോ, 24 ഷോർട്ട് സ്റ്റോറീസ് ചേരുന്നതാണ് കാൻറ്റർബറി ടെയിൽസ്. അപ്പം ചോസറാണ് ഇത് കൊണ്ടുവന്നത്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, അഡിസണും സ്റ്റീലും ഒക്കെ ഈ ഷോർട്ട് സ്റ്റോറീസ് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അമേരിക്കയിൽ നഥാനിയൽ ഹോത്തോണ്, എഡ്ഗർ അലൻ പോയും ഷോർട്ട് സ്റ്റോറീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്, പിന്നെ ഒ ഹെൻറി എന്ന് പറഞ്ഞ ആളും ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ് കേട്ടോ. അതായത് ഷോർട്ട് സ്റ്റോറി എന്ന് വെച്ചാൽ അറിയാലോ, ഒരു ചെറിയ സ്റ്റോറി ആയിരിക്കും, വലിയ ലോങ് ആയിരിക്കത്തില്ല, ഇത്രയേ ഉള്ളൂ ഷോർട്ട് സ്റ്റോറീസ്. പിന്നെ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ഷോർട്ട് നോവലിനെ അല്ലടാ പറയുന്നത്, ഒരു ചെറിയൊരു സ്റ്റോറി, ഒരു ചെറിയ പ്ലോട്ട്, ചെറിയ ക്യാരക്ടർ, ചെറിയ സെറ്റിങ്, പിന്നെ എല്ലാം ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ പേജ് നമ്പർ 308 ഫസ്റ്റ് ലാസ്റ്റ് പാരഗ്രാഫ് പറയുന്നുണ്ട്, ഷോർട്ട് സ്റ്റോറിക്കകത്ത് വളരെ ചെറിയ കുറച്ച് വേർഡ്സേ യൂസ് ചെയ്യത്തുള്ളൂ, വലിയ രീതിയിലുള്ള എഫക്റ്റും കാര്യങ്ങളൊന്നും കാണത്തില്ലടാ. പിന്നെ ഇവിടെ ഷോർട്ട് സ്റ്റോറീസിന്റെ കുറേ റൈറ്റേഴ്സിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 റൈറ്റേഴ്സ്, അതായത് D.H. ലോറൻസ്, ഓസ്കർ വൈൽഡ്, അവരുടെയൊക്കെ പേര് പഠിച്ചു വെച്ചിരുന്നാൽ മതി. എസ്സേ എന്ന് പറയുന്നത് എന്താണ്, ലോങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പീസ് ഓഫ് റൈറ്റിംഗിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എസ്സേ എന്ന് പറയുന്നത്. ഫ്രഞ്ച് ഒറിജിനാണുള്ളത്, ഫ്രാൻസിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്. പിന്നെന്താ പറയുക, മൊണ്ടെയിൻ എന്ന് പറഞ്ഞ ആളാണ് എസ്സേസ് കൊണ്ടുവന്നത്. മൊണ്ടെയിൻ്റെ എസ്സേസ് വളരെ ഫേമസ് ആണ്. പേജ് നമ്പർ 309 സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്. പിന്നെന്താണ്, ഓക്കെ, അത്രയേ ഉള്ളൂ ഇവിടെ എസ്സേസ്. എസ്സേ എന്ന് വെച്ചാൽ മീനിങ്, വേർഡ് മീനിങ് എന്താണ്, ടു അറ്റംപ്റ്റ് എന്നാണ് കേട്ടോ. പിന്നെ ലോജിക്കലി കമ്പോസ്ഡ് ആയിട്ടുള്ള പാരഗ്രാഫ്സ് കാണും. കണ്ടന്റ് എന്ന് പറയുന്നത് സീരിയസ് ആവണമെന്നില്ല. ഓക്കെ, ഇതാണ് എസ്സേ എന്ന് പറയുന്നത്. പിന്നെ ഡെഫിനേഷൻ ഓഫ് എസ്സേ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. കോമ്പോസിഷൻ ഓഫ് മോർ ഓർ ലെസ്, വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള എഴുത്തിനെയാണ് നമ്മൾ എസ്സേ എന്ന് പറയുന്നത്. പേജ് നമ്പർ 309 ലാസ്റ്റ് പാരഗ്രാഫിനകത്ത് പറയുന്നുണ്ട്. ഡോക്ടർ ജോൺസന്റെ എസ്സേ എന്ന് പറയുന്നത്, ഡോക്ടർ ജോൺസൺ പേജ് നമ്പർ 310 സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നുണ്ട് എസ്സേയെ കുറിച്ച്. ഡോക്ടർ ജോൺസൺ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, ഒരു ലൂസ് സാലി ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു പീസിനെയാണ് നമ്മൾ എസ്സേ എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും നിനക്ക് ഇഷ്ടമുള്ള എസ്സേ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, ലോങ് ആയിട്ടുള്ള ഒരു റൈറ്റിങ്ങിനെയാണ് നമ്മൾ എസ്സേ എന്ന് പറയുന്നത്. പിന്നെ ഓക്കേടാ, ഇത് ഇത്രയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ അടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേയിസ്റ്റ് എന്ന് പറയുന്ന ബേക്കൺ ആണ്, ഫ്രാൻസിസ് ബേക്കൺ കേട്ടോ, അത് മറന്നു പോരുത്. അദ്ദേഹത്തിന്റെ എസ്സേ എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഷോർട്ട് ആയിട്ടുള്ള സെന്റൻസുകളുടെ വലിയ വലിയ ഐഡിയാസ്, അത് ചെറിയ സെന്റൻസ് ആയിരിക്കണം, പക്ഷേ അതിനകത്തൊരു 100,000 ഐഡിയാസ് കാണും. അപ്പോൾ അദ്ദേഹത്തിന്റെ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മൊണ്ടെയിൻ കഴിഞ്ഞാൽ ഫ്രാൻസിസ് ബേക്കൺ ആണ് വലിയ എസ്സേയിസ്റ്റ് കേട്ടോ. പിന്നെ 18th സെഞ്ചുറി എസ്സേസ് ഒക്കെ ആരാ, ഡാനിയൽ ഡീഫോ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നിനക്കത് പഠിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നോക്കി വെച്ചാൽ മതി. പിന്നെ 19th സെഞ്ചുറിയിലൊക്കെ കാര്യം പറയുന്നുണ്ട് അതിനകത്ത്. ദ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ബയോഗ്രഫി എന്താണെന്ന്, പേജ് നമ്പർ 314 ബയോഗ്രഫി എന്ന് പറയുന്നത് എന്താണ്, ഒരാളുടെ ലൈഫിനെ കുറിച്ച് വേറൊരാൾ എഴുതുന്നതിനെയാണ് നമ്മൾ ബയോഗ്രഫി എന്ന് പറയുന്നത്. പിന്നെ
അടുത്ത എന്താണെടാ, മോസ്റ്റ് ഫേമസ് എക്സാമ്പിൾ ഓഫ് എ ബയോഗ്രഫി എന്ന് പറയുന്നത് എന്താണ്? പ്ലൂട്ടാർക്ക് എന്ന് പറഞ്ഞ ഗ്രീക്ക് റൈറ്റർ പാരലൽ ലൈഫ്സ് എന്ന് പറഞ്ഞ വർക്ക് പ്രൊഡ്യൂസ് ചെയ്തു. അതായത് 23 ഗ്രീക്ക് റൈറ്റേഴ്സിനെ കുറിച്ചും 23 റോമൻ റൈറ്റേഴ്സിനെ കുറിച്ചും അയാൾ ഒരു ബുക്ക് കമ്പയർ ചെയ്തു. അയാൾ അവരുടെ ബയോഗ്രഫിയെ ബേസ് ചെയ്ത്, അതാണ് പാരലൽ ലൈഫ്സ് എന്ന് പറയുന്നത്. അത് തോമസ് നോർട്ടൺ ആണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. പിന്നെന്താണ് പറയുന്നത്, മെഡീവൽ ആയിട്ടുള്ള ഓതേഴ്സും ഇതുപോലെ ബയോഗ്രഫീസ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സന്യാസിമാരുടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സെയിൻസിന്റെ ബയോഗ്രഫിയാണ് നമ്മൾ ഹാഗിയോഗ്രഫി എന്ന് പറയും. പേജ് നമ്പർ 314 ലാസ്റ്റ് ചെയ്യുന്ന നാലാമത്തെ സെന്റൻസിലെ ഫസ്റ്റ് വേർഡ് ഹാഗിയോഗ്രഫീസ്. ക്രിസ്ത്യൻ സെയിന്റിന്റെ സന്യാസിമാരുടെ ബയോഗ്രഫിയെ നമ്മൾ ഹാഗിയോഗ്രഫീസ് എന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ബയോഗ്രഫി എന്ന് പറയുന്നത് ഐസക് വാൾട്ടന്റെ ലൈഫ്സ് എന്നുള്ള വർക്കുണ്ട്. പിന്നെ 18th സെഞ്ചുറിയിലൊക്കെ നമുക്ക് ഒരുപാട് ബയോഗ്രഫേഴ്സ് വന്നിട്ടുണ്ട്. സാമുവൽ ജോൺസന്റെ ലൈവ്സ് ഓഫ് ദ ഇംഗ്ലീഷ് പോയിറ്റ്സ്, അതായത് ഒരുപാട് ഇംഗ്ലീഷ് പോയിറ്റ്സിന്റെ ബയോഗ്രഫിയെ കുറിച്ച് സാമുവൽ ജോൺസൺ എഴുതിയിട്ടുണ്ട് കേട്ടോ. 18th സെഞ്ചുറിയിൽ ഇത് വളരെയധികം പോപ്പുലറൈസ് ആയിട്ട് മാറി. ഓട്ടോബയോഗ്രഫി എന്ന് വെച്ചാൽ അറിയാലോ, നമ്മുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ തന്നെ സ്വയം എഴുതുന്നതിനെയാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. 1809 ഇത് വന്നത്. ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് എന്താണ്? ഫിക്ഷണൽ ആവാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ മൈ സ്റ്റോറി ബൈ കമലാദാസ്, അതൊരു ഫിക്ഷണൽ ഓട്ടോബയോഗ്രഫി എന്ന് നമുക്ക് അതിനെ ആളുകൾ പറയുന്നുണ്ട്. വേർഡ്സ്വർത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് പ്രിലൂഡ് എന്ന് പറയുന്നത്. പിന്നെ എന്തായിരിക്കും അതിനകത്ത്? ജെയിംസ് ജോയ്സിന്റെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ നോവലാണ് പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ. മോഡേൺ ടൈംസിൽ ഓട്ടോബയോഗ്രഫിയും ഫിക്ഷൻ എന്ന് പറയുന്നത് കൂടുതൽ മിക്സ് ആയിട്ടാണ് എഴുതുന്ന ആളുകൾ, അതായത് ഫാക്റ്റും കാണും ഫിക്ഷനും കാണും. പിന്നെ ഐറണി എന്ന് പറഞ്ഞൊരു വേർഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ഐറണി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോ ഒരു കോൺട്രഡിക്ഷനെയാണ് നമ്മൾ ഐറണി എന്ന് പറയുന്നത്. പേജ് നമ്പർ 316 സെക്കൻഡ് പാരഗ്രാഫ്. അതായത് അപ്പിയറൻസും റിയാലിറ്റിയും തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷനെയാണ് നമ്മൾ ഐറണി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ ഘോരം ഇന്ന് പബ്ലിക്കിൽ ഒരു സ്റ്റേജിൽ നിന്ന് പറയുവാണ് സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന്. എന്നിട്ട് അയാൾ വീട്ടിൽ പോയി അയാളുടെ പെൺമക്കളെ അല്ലെങ്കിൽ ഭാര്യയെ സ്കൂളിലോ കോളേജിലോ അല്ലെങ്കിൽ ജോലിക്കോ വിടാതിരിക്കുവാണെങ്കിൽ അതാണ് ഐറണി. കോൺട്രഡിക്ഷനെയാണ് നമ്മൾ, അപ്പിയറൻസും റിയാലിറ്റിയും തമ്മിലുള്ള കോൺട്രഡിക്ഷനാണ് നമ്മൾ ഐറണി എന്ന് പറയുന്നത്. അതായത് ഒരാൾ ചെയ്യുന്നതും അയാൾ പറയുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഐറണി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ പാരഡോക്സ് എന്ന് പറയുന്ന അടുത്ത ടേം. പാരഡോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിനും അപ്പുറമായിട്ട് നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് പാരഡോക്സ് എന്ന് പറയാം. അതായത് കോൺട്രറി ആയിട്ടുള്ള, നമ്മൾ നേരത്തെ ഐറണി പറഞ്ഞില്ല അതേപോലെ തന്നെയാണ് പാരഡോക്സ്. കോൺട്രറി ആയിട്ട് നടക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒപ്പീനിയനെയാണ് പാരഡോക്സ് എന്ന് പറയുന്നത്. 16th സെഞ്ചുറിയിലാണ് ഈ ഒരു വേർഡ് പോപ്പുലറൈസ് ആവാൻ തുടങ്ങിയത്. കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് പാരഡോക്സ് എന്ന് പറയാം. അതായത് ഫോർ എക്സാമ്പിൾ, ദ ചൈൽഡ് ഈസ് ദി ഫാദർ ഓഫ് ദി മാൻ. ഇതൊരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. കുഞ്ഞുങ്ങളാണ്, അതായത് ഒരു ചൈൽഡ് ഈസ് ദി ഫാദർ ഓഫ് ദി മാൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ളത്, അതിനെ നമുക്ക് പാരഡോക്സ് എന്ന് പറയാം. പിന്നെ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ആണ് ഇതിനെ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തത്. പാരഡോക്സ് എന്നുള്ള ടേം കൂടുതലും ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഈ ഒരു എലിമെന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരുടെ പോയത്തിനകത്ത്. പിന്നെ ജോൺ ടെൻ ആണ് ഇതിനെ കൂടുതലായിട്ടും യൂസ് ചെയ്തത്. പിന്നെ അദ്ദേഹത്തിന്റെ പോയമാണ് ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്ന് പറയുന്നത്. അതിനകത്തൊക്കെ ഒരുപാട് പാരഡോക്സസ് യൂസ് ചെയ്തിട്ടുണ്ട്. പാരഡൈസ് ലോസിനകത്തും പാരഡോക്സ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.